കപ്പയും മുതിരയും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്നുള്ള എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കപ്പ പറിച്ചെടുത്തു. ആ പറിച്ച കപ്പ ഒന്ന് കഷ്ണങ്ങളാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മുതിര നിങ്ങൾക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്താം, ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു 2 വിസിൽ എക്സ്ട്രാ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 4 വിസിൽ അത് വരുത്തി മുതിര വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കിയ കപ്പയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കപ്പയും ഇട്ടതിന് ശേഷം ഞാൻ 2 വിസിലും കൂടി വെക്കുന്നുണ്ട്. ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുത്തിട്ട് നന്നായി ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഉടഞ്ഞ് കിട്ടിയത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ചൊക്കെ ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്തു. പിന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ കപ്പയും മുതിരയും കൂടി അവിടെ വേവിച്ച് ഉടച്ചത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച ഉള്ളിയെല്ലാം ചേർത്തു ഇളക്കി കൊടുത്തു. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.